ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ചില നാളുകൾക്ക് ശേഷം വീണ്ടും ഒരു ലൈവായിട്ട് ഫേസ്ബുക്കിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം എൻ്റെ ജീവിതത്തിലും ഒരുക്കിയ ഈ നല്ല സമയത്തിനായ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രാരംഭത്തിൽ തന്നെ കഴിഞ്ഞ ദിവസം നമുക്കറിയാം, കുവൈറ്റിലുണ്ടായ മാരകമായ ദുരന്തം. നമ്മുടെ പ്രിയപ്പെട്ടവർ അനേകർ മരണം വഴിയായി ലോകത്ത് മാറ്റപ്പെട്ടു പോകാനിടയായി തീർന്ന ഏകദേശം 46ഓളം ഇന്ത്യക്കാർ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. ഈ ലൈവ് ആരംഭിക്കുന്ന പാട്ടുകൾ തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ വേദനയിലും ദുഃഖത്തിലുമായിരിക്കുന്ന ആ കുടുംബങ്ങളെ സർവശക്തനായ ദൈവം ആശീർവദിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പ്രത്യേക ക്രിസ്ത്യൻ മെലഡീസിന്റെ അനുശോചനവും ദുഃഖവും ഈ സമയത്ത് രേഖപ്പെടുത്തുന്നു. ആ വാത്സല്യ കുടുംബങ്ങൾക്ക് നിത്യമായ ആശ്വാസവും പകർന്നു കൊടുത്ത ദൈവം വരെ ആശ്വസിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. വീണ്ടും എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. കിട്ടുന്ന സമയമൊക്കെ ഈ കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ ദൈവം ഭാഗ്യം നൽകി. അനേക സ്ഥലങ്ങളിൽ കർത്താവിന്റെ നാമവുമായി പോകുവാനൊക്കെ അവസരം ലഭിച്ചിട്ടുണ്ട്. തുടർന്നും നിങ്ങളോടൊപ്പം ആയിരിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. എന്നോടൊപ്പം ആയിരിക്കുന്നത് കീബോർഡ് വായിക്കുന്ന ഞങ്ങളുടെ പ്രിയ മകൻ ഏബലാണ്. അപ്പോൾ തന്നെ ഗാനങ്ങൾ ആലപിക്കുന്നത് എൻ്റെ ജ്യേഷ്ഠ സഹോദരന്റെ മകനായിരിക്കുന്ന ആകാശ് സോളമനുണ്ട്. അതുപോലെ ഈ പ്രോഗ്രാം ടെലികാസ്റ്റ് ചെയ്യുന്നത് പ്രിയ സുഹൃത്ത് പ്രിയ ചാൾസ്, ഞങ്ങൾ വളരെ സ്നേഹത്തോടെ കൊച്ചുമടന്ന് വിളിക്കുന്ന ചാൾസ് ആണ്. അദ്ദേഹം തേവലക്കര AG സഭ. ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരെയും സ്നേഹവും പ്രോത്സാഹനവും പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കട്ടെ. പ്രാരംഭമായിട്ട് കർത്താവിന്റെ നാമത്തെ സ്തുതിക്കുന്ന ഒരു ഗാനം. കർത്താവ് മാത്രമാണ് വലിയവൻ. കർത്താവ് പരിശുദ്ധനാണ്, നല്ലവനാണ്, അവൻ വിശ്വസ്തനാണ്. വാഗ്ദത്തങ്ങൾ ചെയ്ത കർത്താവ് ഒരിക്കലും വാക്കുമാറാത്തവനാണ്. ആ കർത്താവിന്റെ നാമത്തെ സ്തുതിക്കുന്ന വളരെ മനോഹരമായ ഒരു പഴയ ഗാനത്തിന്റെ ഇരടികൾ പാടിക്കൊണ്ട് ഈ പ്രോഗ്രാം ഇവിടെ ആരംഭിക്കുന്നു. നിങ്ങൾ ആവശ്യപ്പെടുന്ന ഗാനങ്ങൾ തീർച്ചയായിട്ടും അറിയാവുന്ന പാട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ആ ഗാനങ്ങൾ ആലപിക്കും. അതിന് ഞങ്ങൾ തയ്യാറാണ്. വീണ്ടും നിങ്ങളുടെ എല്ലാ പ്രാർത്ഥന ചോദിച്ചുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കട്ടെ. പ്രാർത്ഥനയോട് നമുക്ക് ഗാനം ശ്രദ്ധിക്കാം. ദേവനേ വരൂ, ജീവവാക്യമോതുവാൻ വരൂ. ജീവനുള്ള ദേവനേ വരൂ, ജീവവാക്യമോതുവാൻ വരൂ. പാപത്തെ വെറുത്തു ജീവിപ്പാൻ പാപബോധം ഞങ്ങളിൽ തരൂ. പാപത്തെ വെറുത്തു ജീവിപ്പാൻ പാപബോധം ഞങ്ങളിൽ തരൂ. യേശുവേ നീ വലിയവൻ, യേശുവേ നീ പരിശുദ്ധൻ, യേശുവേ നീ നല്ലവൻ, യേശുവേ നീ വല്ലവൻ. പാപത്തെ വെറുത്തു ജീവിപ്പാൻ പാപബോധം ഞങ്ങളിൽ തരൂ. കനിഞ്ഞിടുവന ഗാനമാല്യമേകിടുവന
മാനസം കനിഞ്ഞിടുവാനാ ഗാനമാല്യമേകിടുവാനാ ആവസിക്ക എന്റെ ദേഹി നീ വസിക്ക എന്റെ ജീവനിൽ ആവസിക്ക എന്റെ ദേഹി നീ വസിക്ക എന്റെ ജീവനിൽ യേശുവേ നീ വലിയവൻ യേശുവേ നീ പരിശുദ്ധൻ യേശുവേ നീ നല്ലവൻ യേശുവേ നീ വല്ലവൻ പാപത്തെ വെറുത്തു ജീവിപ്പാൻ പാപബോധം ഞങ്ങളിൽ തരൂ പാപത്തെ വെറുത്തു ജീവിപ്പാൻ പാപബോധം ഞങ്ങളിൽ തരൂ വാഗ്ദത്തങ്ങൾ ചെയ്ത കർത്തനേ വാക്കുമാറതൊന്മയുള്ളോനേ വാഗ്ദത്തങ്ങൾ ചെയ്ത കർത്തനേ വാക്കുമാറതൊന്മയുള്ളോനേ വാഗ്ദത്തങ്ങൾക്കായി വരുന്നു വല്ലഭാത്മമാരി നൽകണേ വാഗ്ദത്തങ്ങൾക്കായി വരുന്നു വല്ലഭാത്മമാരി നൽകണേ യേശുവേ നീ വലിയവൻ യേശുവേ നീ പരിശുദ്ധൻ യേശുവേ നീ നല്ലവൻ യേശുവേ നീ വല്ലവൻ പാപത്തെ വെറുത്തു ജീവിപ്പാൻ പാപബോധം ഞങ്ങളിൽ തരൂ പാപത്തെ വെറുത്തു ജീവിപ്പാൻ പാപബോധം ഞങ്ങളിൽ തരൂ പാപത്തെ വെറുത്തു ജീവിപ്പാൻ പാപബോധം ഞങ്ങളിൽ തരൂ. വളരെ അനുഗ്രഹീതമായ ഗാനമാണല്ലോ നമ്മൾ കേൾപ്പാനിടയായത്. നമുക്കറിയാം ചില വർഷങ്ങൾക്ക് മുമ്പ് കോവിഡ് എന്ന മഹാമാരി നമ്മുടെ ജീവിതത്തിന് നേരെ ആഞ്ഞടിച്ചു. നമുക്ക് പ്രിയപ്പെട്ട പലരും ലോകത്തോട് മാറ്റം പെട്ടുപോകുവാനിടയായിട്ട് എന്നാൽ വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഈ ലോകത്തിൽ നമുക്കായിരിക്കാൻ വലിയവനായ ദൈവം നമുക്ക് ഭാഗ്യം നൽകി. ആ ദൈവത്തെ സ്തുതിക്കുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. കർത്താവ് നമ്മെ സ്നേഹിച്ചതുപോലെ ആരും നമ്മെ സ്നേഹിച്ചിട്ടില്ല. കർത്താവിന്റെ സ്നേഹം എത്ര വലുതാണ്! കർത്താവിന്റെ സ്നേഹത്തെക്കുറിച്ച് എത്ര വർണ്ണിച്ചാലും മതി വരികയില്ല. അത്രമാത്രം കർത്താവ് നമ്മെ സ്നേഹിച്ചു, തന്റെ ജീവൻ നൽകി നമ്മെ സ്നേഹിപ്പാനിടയായിട്ട്. നമ്മുടെ ജീവിതത്തിൽ ഭാരങ്ങൾ കടന്നു വരുമ്പോൾ, പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ നമുക്ക് ആശ്വാസമായി യേശു നമ്മോട് കൂടെയുണ്ട്. ആ ക്രൂശിനെ ചിന്തിപ്പിക്കുന്ന, ആ ക്രൂശിനെ ഓർക്കുന്ന വളരെ മനോഹരമായ ഒരു ഗാനത്തിന്റെ അടികൾ. ക്രൂശിൻ നിഴലിൽ നേർമുറിവിൽ മനപ്പാടി സ്തോത്രം. വളരെ അനുഗ്രഹീതമായ ഈ ഗാനത്തിന്റെ അടികൾ നമുക്ക് ശ്രദ്ധിക്കാം. പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം.
താഴും ചുഴി മിഴി തേടി നിൻ രൂപം ഇടം വലവും ഇരുൾ പെരുകി ഇല്ല വേറൊരാളെന്നെ ഒന്നു താങ്ങുവാൻ നാഥാ ഇല്ല വേറൊരാളെന്നെ ഒന്നു താങ്ങുവാൻ നാഥാ ക്രൂശിൻ നിഴലിൽ നേറും മുറിവിൽ മനം പാടി നിൻ സ്തോത്രം തിരഞ്ഞ് ഒരുപാടു നീറി ഭാരം ചുമന്നും രോഗം സഹിച്ചു മിഴിനീരു തൂകി ഉള്ളിൽ കൂടുങ്ങി തേങ്ങിക്കരയും ഒരു പാവമാണേ എന്നെ തിരക്കി തേടി വരുവാ പ്രിയ യേശു നീ മാത്രം ക്രൂശിൻ നിഴലിൽ നേറും മുറിവിൽ മനം പാടി നിൻ സ്തോത്രം തോളിൽ ചുമത്താൻ പ്രിയ സ്നേഹിതരും ചേർന്ന് എന്നെ കുരുക്കാൻ തീർത്ത കെണികൾ പ്രിയനേശു ഭേദിച്ചു ക്രൂശിൻ നിഴലിൽ നേറും മുറിവിൽ മനം പാടി നിൻ സ്തോത്രം വീഴും വഴിയിൽ താഴും ചുഴിയിൽ മിഴി തേടി നിൻ രൂപം ഇടം വലവും ഇരുൾ പെരുകി ഇല്ല വേറൊരാളെന്നെ ഒന്നു താങ്ങുവാൻ നാഥാ ഇല്ല വേറൊരാളെന്നെ ഒന്നു താങ്ങുവാൻ നാഥാ കർത്താവിന്റെ സ്നേഹത്തെ കുറിച്ച് പാടുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന സന്തോഷം എത്ര വലിയതാണ്. യേശു നമ്മെ സ്നേഹിച്ചതുപോലെ ആരും നമ്മെ സ്നേഹിച്ചിട്ടില്ല. യേശു നമ്മെ കരുതുന്ന പോലെ ആരും നമ്മെ കരുതുന്നില്ല.
പലരും നമ്മോട് വാക്ക് പറഞ്ഞാൽ വാക്ക് മാറിപ്പോകും, എന്നാൽ കർത്താവ് പറഞ്ഞാൽ വാക്ക് മാറുന്ന ഒരു കർത്താവല്ല. കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ ഒരു നാൾ കൈവിടുന്ന ദൈവമല്ല, ഉപേക്ഷിക്കുന്ന ദൈവമല്ല, ഞാൻ നിന്നെ ഒരു നാളും അനാഥനാക്കി വിടുന്ന ദൈവമല്ല. ആ കർത്താവിന്റെ സ്നേഹത്തെ അറിഞ്ഞ പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ആ സ്നേഹത്തിന്റെ ആഴം എത്ര വലുതാണ്. എന്നാൽ നമുക്കറിയാം, ഈ സ്നേഹം അറിയാതെ അനേക പ്രിയപ്പെട്ടവർ ഈ ലോകത്തിലായിരിക്കും. ദൈവസ്നേഹത്തിന്റെ ആഴം മനസ്സിലാക്കാതെ പാപത്തിന്റെ അധീനതയിൽ കഴിയുന്ന അനേകം പ്രിയപ്പെട്ടവരുണ്ട്. നമുക്ക് അവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും നമ്മൾ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം എന്ന് പറയുന്നത് പാപത്തിന്റെ അധീനതയിൽ കഴിയുന്നവരെ കൈപിടിച്ചുയർത്തുക, അവരെ ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് കൊണ്ടുവരിക. നമുക്കതിനായിട്ട് ആയിരിക്കാം. തുടർന്ന് വളരെ മനോഹരമായ ഒരു പഴയ ഗാനത്തിന്റെ ഇരടികൾ പാടുവാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, പഴയ ഗാനങ്ങൾ നാം പാടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം സന്തോഷമാണ് ലഭ്യമായി തീരുന്നത്. അനുഭവത്തിന്റെ വെളിച്ചത്തിൽ കർത്തദാസന്മാർ എഴുതിയ അനേക ഗാനങ്ങളുണ്ട്. അതിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനമാണ് എന്റെ സമ്പത്ത് എന്ന് ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രമാണ് എന്റെ സമ്പത്ത്. സാധു കൊച്ചുകുഞ്ഞ് ഉപദേശിച്ച വളരെ മനോഹരമായ ആ ഗാനത്തിന്റെ ഇരടികൾ നമുക്ക് ശ്രദ്ധിക്കാം. എന്റെ സമ്പത്ത് എന്ന് ചൊല്ലുവാൻ. സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. ചാവിനെ എന്നുയർത്തവൻ വാനലോകമതിൽ ചെന്നു, സാധുവെന്നെ ഓർത്തു നിത്യം താതനോടു യാചിക്കുന്നു. സാധുവെന്നെ ഓർത്തു നിത്യം താതനോടു യാചിക്കുന്നു. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ. ക്രൂശിൽ മരിച്ചീശനൻ പേർക്കായി വീണ്ടെടുത്തെന്നെ സ്വർഗ്ഗ കാനാൻ നാട്ടിലാക്കുവാൻ. ക്രൂശിൽ മരിച്ചീശനൻ പേർക്കായി വീണ്ടെടുത്തെന്നെ സ്വർഗ്ഗ കാനാൻ നാട്ടിലാക്കുവാൻ. പാപം നീങ്ങി ശാപം മാറി മൃത്യുവിന്മേൽ ജയമേകി, വേഗം വരാമെന്നുരച്ചിട്ടായം തീർത്താശ നൽകി. വേഗം വരാമെന്നുരച്ചിട്ടായം തീർത്താശ നൽകി. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു.
നല്ല ദാസൻ എന്നു ചൊല്ലും നാൾ തന്റെ മുൻപാകെ ലജ്ജിതനായി തീർന്നു പോകാതെ നല്ല ദാസൻ എന്നു ചൊല്ലും നാൾ തന്റെ മുൻപാകെ ലജ്ജിതനായി തീർന്നു പോകാതെ നന്ദിയോടൻ പ്രിയൻ മുന്നിൽ പ്രേമ കണ്ണീർ ചൊരിഞ്ഞ ഭാഗ്യമേറും മഹോത്സവ വാഴ്ചകാലം വരുന്നല്ലോ ഭാഗ്യമേറും മഹോത്സവ വാഴ്ചകാലം വരുന്നല്ലോ എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും യേശു മാത്രം സമ്പത്താകുന്നു. കുഞ്ഞാടാകും എൻ്റെ പ്രിയന്റെ സിയോൻ പുരിയിൽ ചെന്നു ചേരാൻ ഭാഗ്യമുണ്ടെങ്കിൽ കുഞ്ഞാടാകും എൻ്റെ പ്രിയന്റെ സിയോൻ പുരിയിൽ ചെന്നു ചേരാൻ ഭാഗ്യമുണ്ടെങ്കിൽ ലോകമെന്നെ ത്യജിച്ചാലും ദേഹമെല്ലാം ക്ഷയിച്ചാലും ദേശമെന്നിൽ ലേശമില്ലാതീശനെ ഞാൻ പിന്തുടരും ദേശമെന്നിൽ ലേശമില്ലാതീശനെ ഞാൻ പിന്തുടരും എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും യേശു മാത്രം സമ്പത്താകുന്നു. ആരാധനയ്ക്ക് യോഗ്യനായവൻ യേശു മാത്രം. നമുക്കറിയാം പലരും സത്യദൈവമെന്ന് ആരാന്നറിയാതെ പലതിന്റെയും പുറകിൽ ഓടിപ്പോകുന്ന ഒരു ലോകത്തിലാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറയുന്നത് ജീവനുള്ള ദൈവത്തെ അറിയുക, അവനെ ആരാധിക്കുക, അവനെ സേവിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും സത്യദൈവത്തെ കണ്ടെത്തുവാൻ കഴിയാതെ ഈ ലോകത്തിന്റെ മോഹങ്ങളിൽ മുഴുകിപ്പോകുന്ന അനേക ജീവിതങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ ആരാധനയ്ക്ക് യോഗ്യനായവൻ യേശു മാത്രം. ആ കർത്താവിനെ സ്തുതിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല ഭാഗ്യം എന്ന് പറയുന്നത്. ആ കർത്താവിന്റെ സ്നേഹത്തെ വർണ്ണിക്കുക വളരെ മനോഹരമായ ഒരു ഗാനമാണ് അടുത്തായിട്ട് പാടുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എൻ്റെ ജ്യേഷ്ഠ സഹോദരന്റെ മകനാണ് ആകാശോളം. ഈ നാളുകളിലൊക്കെ ദൈവം തനിക്ക് നൽകിയിരിക്കുന്ന കഴിവും ദൈവനാമത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. ആ പ്രിയ പൈതലിനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അനുഗ്രഹിക്കപ്പെട്ട ഈ ഗാനം കേൾക്കാം. അങ്ങേപ്പോലെ ദൈവമേ ആരുള്ള ഈ ലോകേ, കർത്താവിനൊപ്പം പറവാൻ ആരുമില്ല. ആരെങ്കിലും ശ്രേഷ്ഠനായ ആ ദൈവത്തിന്റെ സ്നേഹത്തെ വർണ്ണിക്കുന്ന മനോഹരമായ ഈ ഗാനം നമുക്ക് ശ്രദ്ധിക്കാം. ഈ ഗാനം ആലപിക്കാനായിട്ട് പ്രിയ സഹോദരനെ ക്ഷണിക്കുന്നു. അതോടൊപ്പം തന്നെ കീബോർഡ് വായിക്കുന്ന നേരത്തെ ഓർപ്പിച്ചതുപോലെ ഞങ്ങളുടെ പ്രിയ പൈതൽ, ഞങ്ങളുടെ പാസ്റ്റർ മകനാണ് പ്രിയ ഏബലാണ്. ഏബൽ ഈ ഗാനം വായിക്കും. പ്രാർത്ഥനയോടെ നമുക്ക് ഈ ഗാനം ശ്രദ്ധിക്കാം.
എന്നല്ലാതെ വേറെയില്ലെന്നാശ്രയം. അങ്ങിൽ മാത്രം ചാരുന്ന പ്രാണപ്രിയനെ, അങ്ങു മാത്രമാണെന്നും എൻ്റെ സർവ്വസ്വം. അങ്ങെപ്പോലെ ദൈവമേ ആരുള്ളി ലോകേ, അങ്ങിലല്ലാതെ വേറെയില്ലെന്നാശ്രയം. അങ്ങിൽ മാത്രം ചാരുന്ന പ്രാണപ്രിയനെ, അങ്ങു മാത്രമാണെന്നും എൻ്റെ സർവ്വസ്വം. ആരാധന അങ്ങേയ്ക്കാരാധന, യേശുവേ വചനത്താൽ എന്നെ കഴുകണമേ, നിന്റെ ഹിതം പോലെ എന്നെ നടത്തണമേ. ശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. എന്നെ മുറ്റുമായി ഞാൻ സമർപ്പിക്കുന്നേ, നിൻ വചനത്താൽ എന്നെ കഴുകണമേ. നിന്റെ ഹിതം പോലെ എന്നെ നടത്തണമേ. ശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. ആരാധന അങ്ങേയ്ക്കാരാധന, യേശുവേ വഴികളിൽ ഞാൻ നടക്കുവാനാ, വഴി കാട്ടിയ എന്നെ നയിക്കണമേ. വിശ്വാസത്തിൽ എന്നെ ഉറപ്പിക്കുവാൻ ക്രിസ്തുവെന്ന പാറയിൽ നിർത്തിയിടണമേ. നിൻ വഴികളിൽ ഞാൻ നടക്കുവാനാ, വഴി കാട്ടിയ എന്നെ നയിക്കണമേ. വിശ്വാസത്തിൽ എന്നെ ഉറപ്പിക്കുവാൻ ക്രിസ്തുവെന്ന പാറയിൽ എത്തിയിടണമേ. ആരാധന അങ്ങേയ്ക്കാരാധന, യേശുവേ അങ്ങേയ്ക്കാരാധന. ആരാധന അങ്ങേയ്ക്കാരാധന, യേശുവേ അങ്ങേയ്ക്കാരാധന.
വചനത്താൽ എന്നെ കഴുകണമേ, നിന്റെ ഹിതം പോലെ എന്നെ നടത്തണമേ, ശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ, എന്നെ മുറ്റുമായി ഞാൻ സമർപ്പിക്കുന്നേ, നിൻ വചനത്താൽ എന്നെ കഴുകണമേ, നിന്റെ ഹിതം പോലെ എന്നെ നടത്തണമേ, ശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. ആരാധന അങ്ങേയ്ക്കാരാധന, എൻ യേശുവേ അങ്ങേയ്ക്കാരാധന, ആരാധന അങ്ങേയ്ക്കാരാധന, എൻ യേശുവേ അങ്ങേയ്ക്കാരാധന, ആരാധന അങ്ങേയ്ക്കാരാധന, എൻ യേശുവേ അങ്ങേയ്ക്കാരാധന, ആരാധന അങ്ങേയ്ക്കാരാധന, എൻ യേശുവേ അങ്ങേയ്ക്കാരാധന. മനോഹരം, വളരെ മനോഹരമായ ഒരു ഗാനം നാം കേൾപ്പാനിടയായി തീർന്നല്ലോ. കർത്താവ് സഹായിക്കട്ടെ. തുടർന്നും ചില ഗാനങ്ങൾ കൂടി പാടുവാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം നമ്മുടെ ജീവിതത്തിൽ തരുന്ന സമയമൊക്കെയും കർത്താവിന്റെ നാമത്തെ ഉയർത്തുക, കർത്താവിന്റെ നാമത്തെ പുകഴ്ത്തുക എന്നുള്ളതാണ്. അനേക സ്ഥലങ്ങളിൽ കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ കടന്നു പോകാൻ ദൈവം ഭാഗ്യം നൽകിയിട്ടുണ്ട്. അനേകരോട് സുവിശേഷം പറയുവാനുള്ള ഒരു ഭാഗ്യം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ലഭ്യമായി തീർന്നു. ഇന്ന് ഈ സന്ധ്യയോടെ എടുക്കുന്ന ഈ സമയത്ത് നിങ്ങളോടൊപ്പം ഞങ്ങളായിരിക്കുമ്പോൾ എത്രമാത്രം ദൈവത്തെ സ്തുതിച്ചാലും അത് വരില്ല. അത്രമാത്രം നന്ദി അറിഞ്ഞ ഹൃദയത്തോടെയാണ് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്നത്. നാം ഈ പ്രപഞ്ചത്തെ നോക്കുകയാണെങ്കിൽ എത്ര മനോഹരമായിട്ടാണ് ഈ പ്രപഞ്ചത്തെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. പലപ്പോഴും നാം ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാറുണ്ട്. ദൈവം നമ്മുടെ ജീവിതത്തിൽ നല്ല സമ്പത്ത് നൽകി തരുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്താറുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ നല്ല നിലയിൽ എത്തുമ്പോൾ നാം ദൈവത്തിന് പുകഴ്ത്താറുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം ഈ ദൈവം സൃഷ്ടിച്ച ഈ ഭൂമിയെ, മനോഹരമായ ഭൂമിയെ നോക്കി എത്ര പേര് ദൈവത്തിന് മഹത്വം കൊടുക്കാറുണ്ട്? എത്ര മനോഹരമായിട്ടാണ് ദൈവം ഈ ഭൂമിയെ സൃഷ്ടിച്ചിരിക്കുന്നത്. കർത്താവിന്റെ കൈവേല പുസ്തകമാക്കുന്ന ഈ ഭൂമിയുടെ സൗന്ദര്യത്തെയൊക്കെ വർണ്ണിക്കുന്ന മനോഹരമായ ഒരു ഹിന്ദി ഗാനം അടുത്തോട്ട് പാടുവാൻ ആഗ്രഹിക്കുന്നു. ഗാവോ ഗാവോ ജും ജും ഗാവോ ഗീത് എന്നോട് മനോഹരമായ ഒരു ഹിന്ദി ഗാനം ഞങ്ങൾ ആലപിക്കുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് ഈ ഗാനം ശ്രമിക്കാം. गावो गावो जुम जुम गावोगी, ओ हो जुम जुम गावोगी, मुक्ति दादा जीवन दादा, मुक्ति दादा जीवन दादा, दिल में आया खुशियाँ लाया, दिल में आया खुशियाँ लाया, गावो गावो जुम जुम गावोगी, ओ हो जुम जुम गावोगी.
सितारे न सारे नदियां पर्वत ये मन भावन चांद सितारे न सारे नदियां पर्वत ये मन भावन पंज करते उसकी वंदना पंज करते उसकी वंदना क्यों न हम भी स्तुति करें क्यों न हम भी स्तुति करें गाओ गाओ जुम जुम गाओगे ओ हो जुम जुम गाओगे मुक्ति दादा जीवन दादा मुक्ति दादा जीवन दादा दिल में आया खुशियाँ लाया दिल में आया खुशियाँ लाया गाओ गाओ जुम जुम गाओगे ओ जुम जुम गाओगे दुनिया को बताने वाले स्वर्ग छोड़कर आया यीशु स्वर्ग छोड़कर आया यीशु दुनिया को बताने वाले स्वर्ग छोड़कर आया यीशु स्वर्ग छोड़कर आया यीशु जीवन दे रे मुक्ति दे रे जीवन दे रे मुक्ति दे रे आनंद दे रे यीशु आया आनंद दे रे यीशु आया गाओ गाओ जुम जुम गाओगे ओ हो जुम जुम गाओगे मुक्ति दादा जीवन दादा मुक्ति दादा जीवन दादा दिल में आया खुशियाँ लाया जीवन आया खुशियाँ लाया गाओ गाओ जुम जुम गाओगे ओ जुम जुम गाओगे ओ हो जुम जुम गाओगे ओ जुम जुम गाओगे Praise the Lord. ഓൺലൈനിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിന്റെ ധന്യനാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. ക്രിസ്ത്യൻ മെലഡീസ് എന്ന സംഗീത ട്രൂപ്പിന്റെ ആഭിമുഖ്യത്തിലാണ് ഈ പ്രോഗ്രാം ഇവിടെ ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെയൊക്കെ സഹകരണവും സ്നേഹവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ആവശ്യപ്പെടുന്ന ഗാനങ്ങൾ തീർച്ചയായിട്ടും അറിയാവുന്ന ഗാനങ്ങളാണെങ്കിൽ അത് തീർച്ചയായിട്ടും പാടുന്നതായിരിക്കും. തീർച്ചയായിട്ടും നമുക്ക് ആകാംക്ഷയോടെ ആയിരിക്കാം. തുടർന്ന് മറ്റൊരു ഗാനം ഞങ്ങൾ പാടുവാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ കർത്താവദാസി പ്രിയ പിങ്കിയമ്മാമ എഴുതിയ ഒരു ഗാനമാണ്. ഇവിടെ വചനം സംസാരിക്കുന്ന കർത്താവദാസ പ്രിയ ജോംബാസിന്റെ വൈഫാണ്. തന്റെ ഹൃദയത്തിൽ ദൈവം നൽകിയ വരികൾ ആ ഗാനങ്ങളായി ചിട്ടപ്പെടുത്തുവാൻ ദൈവം സഹായിച്ചു. ആ ഗാനത്തിന്റെ ഇരടികളാണ് അടുത്തായിട്ട് പാടുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും ദൈവം നമുക്ക് നൽകിയ കഴിവുകൾ ദൈവനാമത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോഴാണ് നമ്മുടെ
ജീവിതം ധന്യമായി തീരുന്നത് പലപ്പോഴും ലോകത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന കാഴ്ചകൾ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം ആ ദൈവം ചെയ്ത നന്മകൾ അത് നമ്മുടെ ഹൃദയത്തിൽ അതിന്റെ വരികൾ ദൈവം തരുമ്പോൾ അത് കർത്താവിന്റെ നാമമഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോഴാണ് സ്വർഗം സന്തോഷിപ്പാനിടയായി തീരുന്നത്. തീർച്ചയായിട്ടും ഈ ഗാനം ഞങ്ങൾ പാടുമ്പോൾ നിങ്ങളുടെ എല്ലാവരെയും സ്നേഹവും പ്രോത്സാഹനവും ഞങ്ങൾ ക്ഷണിക്കുകയാണ്. പ്രാർത്ഥനയോടെ നമുക്കായിരിക്കും ഗാനം എഴുതിയ പ്രിയ മാമയെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ പറയുന്നു, കഷ്ടത ഏറിടുമ്പോൾ കരങ്ങളിൽ വഹിക്കുന്ന ഒരു ദൈവമുണ്ട്, കണ്ണുനീർ തൂടുമ്പോൾ നമ്മെ മാർവോട് അണയ്ക്കുന്ന ഒരു ദൈവം. ഞാൻ പലപ്പോഴും പറയാറുള്ള കാര്യമാണ്, നമ്മളെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവർ പോലും നമ്മുടെ ജീവിതത്തിൽ ഒരു കഷ്ടതയുടെ അനുഭവം കടന്നു വരുമ്പോൾ, ഒരു വേദനയുടെ അനുഭവം കടന്നു വരുമ്പോൾ നമ്മുടെ അരികിൽ നിന്ന് മാറിപ്പോകുന്ന അവസ്ഥയാണ്. എന്നാൽ ജീവിതത്തിൽ കഷ്ടത വന്നാലും പട്ടിണി വന്നാലും നമ്മെ കൈവിടാതെ നമ്മോട് മാറോട് ചേർക്കുന്ന ഒരു ദൈവം. അതുപോലെ പലപ്പോഴും ശത്രു നമ്മെ എരിയുവാൻ, ശത്രു നമ്മെ അരിഞ്ഞിടുവാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ കൃപയാൽ നമ്മെ നടത്തുന്ന ഒരു ദൈവം. കഷ്ടതകളും സഹിഷ്ണുതയാൽ തളരാതെ നമ്മെ നടത്തുന്ന ആ ദൈവത്തിന്റെ കൃപയെ വർണ്ണിക്കുന്ന വളരെ മനോഹരമായ ഈ ഗാനം ഞാൻ നേരത്തെ ഓർമ്മിച്ചതുപോലെ പ്രിയ പിങ്കി ജോമോനാണ് ഈ ഗാനം എഴുതി ഗാനത്തിന് സംഗീതം നൽകുവാൻ ദൈവം എന്നെ സഹായിച്ചു. വളരെ ഒരു വർഷിപ്പ് സോങ് ആണ്. പ്രാർത്ഥനയോടെ നമുക്ക് ഈ ഗാനം ശ്രദ്ധിക്കാം. കഷ്ടതയേറിടുമ്പോൾ കരങ്ങളിൽ വഹിക്കുന്നവൻ, കണ്ണുനീർ തൂകിടുമ്പോൾ മാർവോട് ചേർക്കുന്നവൻ. കഷ്ടതയേറിടുമ്പോൾ കരങ്ങളിൽ വഹിക്കുന്നവൻ, കണ്ണുനീർ തൂകിടുമ്പോൾ മാർവോട് ചേർക്കുന്നവൻ. കൃപയാൽ കൃപയാൽ അത്യന്ത കൃപയാലെന്നെ അനുദിനവും നടത്തിടുന്നു. കൃപയാൽ കൃപയാൽ അത്യന്ത കൃപയാലെന്നെ അനുദിനവും നടത്തിടുന്നു. അനുദിനവും നടത്തിടുന്നു. കഷ്ടതയേറിടുമ്പോൾ കരങ്ങളിൽ വഹിക്കുന്നവൻ, കണ്ണുനീർ തൂകിടുമ്പോൾ മാറോട് ചേർക്കുന്നവൻ. എതിരികളേറിടുമ്പോൾ കൃപയാൽ നടത്തിടുന്നു. കഷ്ടതകളിലും സഹിഷ്ണുതയാൽ തളരാതെ നടത്തിടുന്നു. എതിരുകളേറിടുമ്പോൾ കൃപയാൽ നടത്തിടുന്നു. കഷ്ടതകളിലും സഹിഷ്ണുതയാൽ തളരാതെ നടത്തിടുന്നു. കൃപയാൽ കൃപയാൽ അത്യന്ത കൃപയാലെന്നെ അനുദിനവും നടത്തിടുന്നു. കൃപയാൽ കൃപയാൽ അത്യന്ത കൃപയാലെന്നെ അനുദിനവും നടത്തിടുന്നു. അനുദിനവും നടത്തിടുന്നു.
പ്രതികൂല കാറ്റുകളിൽ പതരാതെ പടകിലവൻ കൃപയും ശക്തിയും പകർന്നു തന്ന് ജയത്തോടെ നടത്തിയിടുന്നു. പ്രതികൂല കാറ്റുകളിൽ പതരാതെ പടകിലവൻ കൃപയും ശക്തിയും പകർന്നു തന്ന് ജയത്തോടെ നടത്തിയിടുന്നു. കൃപയാൽ കൃപയാൽ അത്യന്ത കൃപയാലും നീ അനുദിനവും നടത്തിയിടുന്നു. കൃപയാൽ കൃപയാൽ അത്യന്ത കൃപയാലും നീ അനുദിനവും നടത്തിയിടുന്നു. അനുദിനവും നടത്തിയിടുന്നു. പ്രതികൂല നാളുകളിൽ പ്രശ്നങ്ങൾ വിശ്വാസത്താൽ പ്രതിസന്ധികളിൽ പ്രത്യാശയോടെ ദിനം പ്രതി നടത്തിയിടുന്നു. പ്രതികൂല നാളുകളിൽ പ്രശ്നങ്ങൾ വിശ്വാസത്താൽ പ്രതിസന്ധികളിൽ പ്രത്യാശയോടെ ദിനം തോറും നടത്തിയിടുന്നു. കൃപയാൽ കൃപയാൽ അത്യന്ത കൃപയാലും നീ അനുദിനവും നടത്തിയിടുന്നു. കൃപയാൽ കൃപയാൽ അത്യന്ത കൃപയാലും നീ അനുദിനവും നടത്തിയിടുന്നു. അനുദിനവും നടത്തിയിടുന്നു. കഷ്ടതയേറിടുമ്പോൾ കരങ്ങളിൽ വഹിക്കുന്നവൻ കണ്ണോതിൽ തൂങ്ങിടുമ്പോ മാർവോടും ചേർക്കുന്നവൻ. കഷ്ടതയേറിടുമ്പോ കരങ്ങളിൽ വഹിക്കുന്നവൻ കണ്ണോതിൽ തൂങ്ങിടുമ്പോ മാർവോടും ചേർക്കുന്നവൻ. കൃപയാൽ കൃപയാൽ അത്യന്ത കൃപയാലും നീ അനുദിനവും നടത്തിയിടുന്നു. കൃപയാൽ കൃപയാൽ അത്യന്ത കൃപയാലും നീ അനുദിനവും നടത്തിയിടുന്നു. അനുദിനവും നടത്തിയിടുന്നു. അനുദിനവും നടത്തിയിടുന്നു. അനുദിനവും നടത്തിയിടുന്നു. അനുദിനവും നടത്തിയിടുന്നു. വളരെ അനുഗീതമായ ഒരു ഗാനമാണിത്. ഈ ഗാനം തീർച്ചയായിട്ടും നിങ്ങൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ പഠിച്ച് നമ്മുടെ ആരാധന കൂട്ടങ്ങളൊക്കെ പാടുവാനും ഒക്കെ ദൈവം സഹായിക്കട്ടെ. കൺവെൻഷനൊക്കെ പാടുവാൻ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനമാണ്. ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചില്ല. ഒരു ഗാനം കൂടെ പാടിയതിനു ശേഷം അല്പസമയം നാം ദൈവവചനം ചിന്തിക്കാൻ പോവുകയാണ്. അതിനുശേഷം വീണ്ടും ഗാനങ്ങൾ ആലപിക്കും. തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാം സ്നേഹവും സഹകരണവും ഒരിക്കൽ കൂടി പ്രതീക്ഷിക്കുന്നു. നേരത്തെ എനിക്ക് വാട്സപ്പിലൂടെ ആവശ്യപ്പെട്ട പ്രിയപ്പെട്ട ആവശ്യപ്പെട്ട ഒരു ഗാനമാണ് കണ്ണുനീരെന്ന് മാറുമോ വേദന എന്ന് തീരുമോ എന്ന ഗാനം. അത് കഴിഞ്ഞ ദിവസം എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ഇടുവാനിടയായി തീർന്നു. ആ ബ്രദർ ആ ഗാനം എനിക്ക് വേണ്ടി ഒന്ന് പാടണമെന്ന് ഒരു സഹോദരി പറയുവാനിടയായി തീർന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനമാണ്. തീർച്ചയായിട്ടും അനേക വേദികളിൽ ഈ ഗാനം പാടുവാൻ ദൈവം സഹായിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇന്ന് വീണ്ടും ഈ ഗാനം പാടുമ്പോൾ നമ്മുടെ പ്രത്യാശ ഒന്നുകൂടി ഉണർത്തുവാൻ, ഈ ലോകത്തിൽ നമുക്കൊന്നുമില്ല, നാം നേടിയതെല്ലാം മിഥ്യയാണ്, ഇവിടെ നാം പരദേശിയാണ്, ഈ ലോകം വിട്ട് നാം സ്നേഹിക്കുന്നവരെയും ചർച്ചക്കാരെയും ഒക്കെ വിട്ട് നാം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു നിത്യഭവനമുണ്ട്. നമ്മുടെ വിശ്രമ നാട്ടിൽ നാം എല്ലാവരും പോകേണ്ടവരാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ ഒരു പ്രത്യാശയോടെ നമുക്കായിരിക്കാം. ഞാൻ ആദ്യം ഈ ലൈവ് പ്രോഗ്രാം
തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മളെയൊക്കെ വളരെയധികം വേദനപ്പെടുത്തിയ ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം കുവൈറ്റിന്റെ പ്രദേശത്ത് നടക്കുവാനിടയായി തീർന്നത്. ഇന്ത്യയിൽ തന്നെ ഏകദേശം 46ഓളം ജീവൻ നഷ്ടപ്പെടുവാനിടയായി തീർന്നു. നമ്മുടെ കേരളത്തിൽ 24 പ്രിയപ്പെട്ടവർ അപ്പോൾ തന്നെ നമുക്ക് സുപരിചിതരായ നമ്മുടെ തൊട്ടടുത്ത പ്രദേശമുള്ള പല പ്രിയപ്പെട്ടവരും മരണം വഴിയായി ലോകത്ത് മാറ്റപ്പെട്ടു. അതെ, വിളിക്കാത്ത അതിഥി പോലെ മരണം നമ്മെ തേടി വരുമ്പോൾ ആരോടും യാത്ര ചോദിക്കാതെ പ്രിയപ്പെട്ടവരെയും ചാർച്ചക്കാരെയും ഒക്കെ വിട്ട് നാം പോകേണ്ട ഒരു സ്ഥലമല്ല. ഈ ഭൂമിയിൽ നിന്ന് നാം മാറ്റപ്പെടുമ്പോൾ പോകാൻ രണ്ട് സ്ഥലം. ഒന്ന് കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് പ്രത്യാശയുള്ള ദൈവജനം കർത്താവിന്റെ അടുക്കിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം, ദൈവത്തെ അറിയാതെ പാപത്തിന്റെ വഴികൾ സഞ്ചരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും നിത്യമായ നരകമാണ് ഒരുക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് നാം എവിടെ പോകണം എന്നുള്ളത് നമ്മുടെ ചിന്തയാണ്. നല്ലത് തെരഞ്ഞെടുക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആ പ്രിയ സഹോദരിക്ക് വേണ്ടി ഈ ഗാനം ആലപിക്കുന്നു. കണ്ണുനീരെന്ന് മാറുമോ, വേദനകൾ എന്ന് തീരും. കണ്ണുനീരെന്നു മാറുമോ, വേദനകളെന്നു തീരുമോ? കണ്ണുനീരെന്നു മാറുമോ, വേദനകളെന്നു തീരുമോ? കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിപ്പാനായി നീ വരണേ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിപ്പാനായി നീ വരണേ. കണ്ണുനീരെന്നു മാറുമോ, വേദനകളെന്നു തീരുമോ? കണ്ണുനീരെന്നു മാറുമോ, വേദനകളെന്നു തീരുമോ? ഈഹത്തിൽ ഒന്നുമില്ലാതെ നേടിയതെല്ലാം നിത്യേ. ഈഹത്തിൽ ഒന്നുമില്ലാതെ നേടിയതെല്ലാം നിത്യേ. പരദേശിയാണുലകിൽ ഇവിടെന്നും മന്യരല്ലോ. പരദേശിയാണുലകിൽ ഇവിടെന്നും അന്യരല്ലോ. കണ്ണുനീരെന്നു മാറുമോ, വേദനകളെന്നു തീരുമോ? കണ്ണുനീരെന്നു മാറുമോ, വേദനകളെന്നു തീരുമോ? പരനേ വിശ്രാമനാട്ടിൽ ഞാൻ
എത്തുവാൻ വെമ്പൽ കൊള്ളും നീ പരനേ വിശ്രാമ നാട്ടിൽ ഞാൻ എത്തുവാൻ വെമ്പൽ കൊള്ളും നീ ലേശം താമസം വയ്ക്കല്ലേ നിൽപ്പാൻ ശക്തി തെല്ലും ഇല്ലായേ ലേശം താമസം വയ്ക്കല്ലേ നിൽപ്പാൻ ശക്തി തെല്ലും ഇല്ലായേ കണ്ണുനീരെന്നു മാറുമോ വേദനകളെന്നു തീരുമോ കണ്ണുനീരെന്നു മാറുമോ വേദനകൾ എന്നു തീരുമോ. കർത്താവിൽ അനുഗ്രഹീതനായ കർത്തൃദാസൻ സാംറ്റി മൂത്തലിയുടെ ഈ വരികൾ പാടുമ്പോൾ നാം അറിയാതെ പലപ്പോഴും നമ്മുടെ കണ്ണുകൾ നിറഞ്ഞു പോകാറുണ്ട്. അനേക വേദികളിൽ ഈ ഗാനം പാടുവാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു തന്നിട്ടുണ്ട്. മിക്കവാറുള്ള പൂർണ്ണ സർവീസിനൊക്കെ ഈ ഗാനങ്ങൾ പാടി കേൾക്കാറുമുണ്ട്. തീർച്ചയായിട്ടും ഈ പ്രത്യാശ ഉണ്ടെന്ന ഈ നല്ല വരികൾക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് അല്പസമയം നാം ദൈവത്തിന്റെ വചനം കേൾക്കാൻ പോവുകയാണ്. നാം ഗാനങ്ങൾ ആസ്വദിച്ചോളൂ തന്നെ ഏറ്റവും വിലപ്പെട്ടതാണ് ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അതിനായിട്ട് നമുക്ക് നമ്മുടെ കാതുകളെ ഒരുക്കാം. ഇന്ന് നാം കേൾക്കുന്ന ഈ ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ അതൊരു വലിയ അനുഗ്രഹമായി തീരട്ടെ എന്ന് ആത്മാർത്ഥത്തോടെ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ദൈവവചനം സംസാരിക്കുന്നത് തേവലക്കര ഷാരോൺ ഫെലോഷിപ്പ് ചർച്ച് പാസ്റ്റർ, പ്രിയപ്പെട്ട ഞങ്ങൾ ഏറ്റവും അധികം സ്നേഹിക്കുന്ന പ്രിയ ജോമോൻ പാസ്റ്ററാണ് ദൈവവചനം സംസാരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ഇട്ടത് ജോമോൻ നല്ലിലെ, അദ്ദേഹത്തിൻ്റെ സ്വന്തം സ്ഥലം നല്ലിലെയാണ്. ഞങ്ങളുടെ ദേവദാസനാണ്, ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ദേവദാസനാണ്. ഒരുമിച്ച് അനേക വേദികളിൽ അനേക പരസ്യ യോഗങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം സംസാരിപ്പാനും പാടുവാനൊക്കെ ദൈവം സഹായിച്ചിട്ടുണ്ട്. തുടർന്ന് പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. വളരെ സ്നേഹത്തോടെ ആദരവോടെ കർത്താവിൻ്റെ ദാസനെ ദൈവവചന ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുന്നു. ദൈവം നമ്മെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ മാധ്യമത്തിലൂടെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗവരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ വന്യ പരിശുദ്ധ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. വളരെ മനോഹരമായ ഗാനങ്ങൾ ശ്രവിപ്പാൻ ദൈവം നമുക്ക് അവസരം തന്നു. നമ്മുടെ ഹൃദയത്തെ തൊട്ടുണർത്തുന്ന, കണ്ണുകളെ ഈർന്നണിയിപ്പിക്കുന്ന, ദൈവത്തോട് ഒരു പടി കൂടി അടുത്ത് ചെല്ലാൻ നമ്മളെ സഹായിക്കുന്ന വളരെ അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ കേൾപ്പാനായിട്ടിടയായി. പ്രിയ സണ്ണിച്ചായൻ ഇതിന് തൊട്ട് മുമ്പ് പാടിയ പാട്ട് ഞാനിവിടെ നിന്ന് കേട്ടപ്പോൾ അറിയാതെ എൻ്റെ കണ്ണ് നിറയുവാനായിട്ടിടയായി. വളരെ അർത്ഥവത്തായ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ, വേദനകളിൽ, ഒറ്റപ്പെടലുകളിൽ ഒക്കെ ദൈവസന്നിധിയിലിരുന്ന് പാടി ആശ്വാസം കണ്ടെത്താൻ ഉതകുന്ന നല്ല പാട്ട്. ഈ പ്രിയ ടീമിനെ ഓർത്ത്, പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കരയറ്റുന്നു. എല്ലാ കാലഘട്ടത്തിലും പാട്ടിന്, ഗാനത്തിന് അതിൻ്റേതായ ശക്തിയുണ്ട്. പഴയ നിയമത്തിൽ നമുക്കറിയാം, ദാവീദ് കിന്നരം വായിച്ചപ്പോൾ ഒരു ശൗലിൻ്റെ ദുരാത്മാവ് അടങ്ങാനിടയായി. പാട്ടിന് അസാധാരണമായ ശക്തിയുണ്ട്. പാട്ടിന് ആശ്വസിപ്പിക്കുവാൻ, ശക്തി പകരുവാൻ, ജീവിതത്തെ കണ്ടുണർത്തുവാനൊക്കെയുള്ള ആ ശക്തിയുള്ളത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഞാൻ വാക്കുകളെ പരിമിതപ്പെടുത്തട്ടെ. വളരെ പരിമിതമായ സമയത്തിനകത്ത് നിന്നൊരു ചെറിയ ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവെച്ച് വാക്കുകൾക്ക് വിരാമമിടാനാണ് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നത്.
116 സങ്കീർത്തനം അതിൻ്റെ 1-ാമത്തെ വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു. യഹോവ എൻ്റെ പ്രാർത്ഥനയും യാചനയും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. ദാവീദ് തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് പങ്കുവെക്കുന്ന വാക്കുകളാണ് നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നത്. ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു. തിരുവചന ചരിത്രം നാം പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതാനുഭവങ്ങളോടൊക്കെ ചേർത്ത് നമ്മൾ ആ വാക്യം ചിന്തിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് നിറഞ്ഞ ഹൃദയത്തോടെ ഉറപ്പോടെ നെഞ്ചത്ത് കൈവച്ച് നമുക്ക് പറയാനായിട്ട് കഴിയും. നമ്മുടെ പ്രാർത്ഥനകൾ പാഴായി പോകുന്നതല്ല. ഈ ലൈവിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന മാന്യ സഹോദരങ്ങളെ, മിത്രമേ, പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ഉറപ്പോടെ ഞാൻ ഓർപ്പിക്കുവാൻ താല്പര്യപ്പെടുന്ന ഒരു കാര്യം, നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടിയുണ്ട്. ദൈവവചനം പഠിക്കുമ്പോൾ പ്രാർത്ഥനയുടെ മറുപടി 3 നിലകളിൽ വെളിപ്പെട്ടതായി നമുക്ക് കാണാൻ കഴിയുന്നു. ഒന്ന്, പ്രാർത്ഥിച്ച് പാവിട്ട് എഴുന്നേൽക്കുന്നതിന് മുമ്പ് പ്രാർത്ഥനയുടെ മറുപടി. അത് ആമോസിന്റെ മകനായ യെശയ്യാവ് ഹിസ്കിയാ രാജാവിന്റെ അടുക്കൽ വന്ന് പറയുക, നിന്റെ ഗൃഹകാര്യം ക്രമത്തിലാക്ക, നീ മരിച്ചു പോകും. ഉറപ്പായിട്ടൊരു ദൂത് പറയുകയാ, നീ മരിച്ചു പോകും. എന്നാൽ ഹിസ്കിയാ രാജാവ് ചുവരിന് നേരെ മുഖം തിരിച്ച് നിറകണ്ണുകളോടെ ഹൃദയത്തകർച്ചയോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. ദൂത് പറഞ്ഞ പ്രവാചകൻ നടുമുറ്റം വിട്ടു പോകുന്നതിന് മുമ്പ് സ്വർഗത്തിലെ ദൈവം ആര് ദൂത് പറഞ്ഞോ അവരെ കൊണ്ട് മാറ്റി പറയിപ്പിച്ചു. എന്താ പറഞ്ഞേ? നീ മരിക്കത്തില്ല, നിന്റെ സംവത്സരങ്ങൾ 15 സംവത്സരം കൂടെ ഞാൻ നിനക്ക് നീട്ടിത്തരികയാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നാം പ്രാർത്ഥിച്ച് പാവിട്ടെഴുന്നേൽക്കുന്നതിന് മുമ്പ് മറുപടി തരുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് വളരെ പ്രാർത്ഥനയോടെ നിയോഗത്തോടെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാം, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് നിങ്ങൾ ഒരുപക്ഷെ മറുപടി ഇല്ല എന്ന് കേട്ട് കാണും, ഇനി അതിനകത്തൊരു വിടുതലില്ല എന്ന് കേട്ട് കാണും. പക്ഷെ നിയോഗത്തോടെ ഞാൻ പറയാം, പറഞ്ഞവരെ കൊണ്ട് മാറ്റി പറയിപ്പിക്കുന്ന ഒരു ദൈവം, പ്രാർത്ഥനകളുടെ മറുപടി അതൊരു മഴയായി നമ്മുടെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ പെയ്തിറങ്ങുവാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുക്കട്ടെ. അപ്പോൾ 1-ാമത്തെ പ്രാർത്ഥനയെ ലഭിച്ച രീതി നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് പ്രാർത്ഥിച്ച് പാവിട്ട് എഴുന്നേൽക്കുന്നതിന് മുമ്പ് മറുപടിയാണ്. ചില വിഷയത്തിന് ദൈവം പറയും, നീ കാത്തിരിക്കണം. സക്കറിയാവ് എലിസബത്ത് ദമ്പതികളുടെ പ്രാർത്ഥന ലൂക്കോസ് സുവിശേഷത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവരിരുവരും ദൈവസന്നിധി നീതിയുള്ളവരാണ്. ദൈവത്തിന്റെ സകല കൽപ്പനകളും സംബന്ധിച്ച് കുറ്റമില്ലാത്തവരാണ്. വളരെ പരമാർത്ഥതയോടെ വിശ്വസ്തയോടെ ദൈവത്തെ സേവിക്കുന്നവരാണ് അവർ. അവരുടെ ഒരു പ്രാർത്ഥനാ വിഷയമാണ്. ദീർഘനാളുകൾ അവർ ദൈവസന്നിധി പ്രാർത്ഥിച്ചു കാണും. പക്ഷേ ആ പ്രാർത്ഥനയ്ക്ക് ദൈവം വേഗത്തിലല്ല മറുപടി കൊടുത്തത്. ആ പ്രാർത്ഥനയ്ക്ക് ദൈവം അവരോട് പറഞ്ഞത് കാത്തിരിക്കുക, കാത്തിരിക്കുക. അങ്ങനെ സക്കറിയാവ് ഒരിക്കൽ ധൂപം കാട്ടാനായിട്ട് കയറിയ സന്ദർഭത്തിൽ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ ഇറങ്ങി വന്ന് സക്കറിയാവിനോട് പറയുക, സക്കറിയാവേ, നീ ഭയപ്പെടണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. ദീർഘനാളുകളായി ചില വിഷയങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരോട് ആത്മനിയോഗത്തോടെ, ഈ മാധ്യമത്തിലൂടെ എന്നെ കാണുന്ന നിങ്ങളോട് ആത്മനിയോഗത്തോടെ എനിക്ക് പറയാനുള്ളത്, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. നീ കാത്തിരുന്ന വിഷയം, നീ പ്രാർത്ഥിച്ച വിഷയം, കണ്ണുനീരൊഴുക്കിയ വിഷയം, കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും എന്നുള്ള ദൈവത്തിന്റെ വചനം. പ്രാർത്ഥനകൾക്ക് മറുപടിയുണ്ട്. സാമുവേൽ ബ്രിങ്കിൾ എന്ന് പറയപ്പെടുന്ന ദൈവഭക്തനായ ഒരു മനുഷ്യന്റെ അനുഭവം, അദ്ദേഹത്തിന് സുവിശേഷ വേല ചെയ്യണമെന്ന് താല്പര്യം അത് അതിയായിട്ട് തന്റെ അകത്തുണ്ടായിട്ട് സുവിശേഷ വേല ചെയ്യാനായിട്ട്
അദ്ദേഹം ഒരു വ്യക്തിയുടെ അടുക്കലേക്ക് ചെല്ലുകയാണ്. ഒരു വലിയ സ്ഥാപനത്തിന്റെ ഡയറക്ടറിന്റെ അടുക്കലേക്ക് ചെല്ലുകയാണ്. ആ ഡയറക്ടറുടെ പേര് വില്യം ബൂത്ത് എന്നാണ്. വില്യം ബൂത്തിന്റെ അടുക്കൽ വന്ന് പറഞ്ഞ്, എനിക്ക് സുവിശേഷ വേല ചെയ്യണം, എന്നെ കൂടെ താങ്കളുടെ സംഘടനയിൽ ഉൾപ്പെടുത്തണം, എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്തോളാം. അങ്ങനെ ആ മനുഷ്യന്റെ കഴിവ് കൊണ്ടും ആ രൂപം കൊണ്ടൊന്നും അതിന് അദ്ദേഹം യോഗ്യനല്ല. വില്യം ബൂത്ത് അദ്ദേഹത്തെ അവഗണിച്ചു. എന്നാൽ പല ആവർത്തി സാമുവൽ ബ്രിങ്കിൾ വില്യം ബൂത്തിനെ സമീപിക്കുകയാണ്. ഒടുവിൽ ശല്യം സഹിക്ക വയ്യാതെ വില്യം ബൂത്ത് സാമുവൽ ബ്രിങ്കിളിനോട് പറഞ്ഞു, ഇവിടുത്തെ മിഷണറിമാരുടെ ഷൂ പോളിഷ് ചെയ്യാനായിട്ട് നിന്നെ അപ്പോയിന്റ് ചെയ്യുകയാണ്. അതിനൊരു പ്രത്യേക റൂമുണ്ട്. ആ റൂമിനകത്ത് കയറി അവിടെ തന്നെയാണ് നിന്റെ താമസം, ഭക്ഷണം, മറ്റ് ക്രമീകരണങ്ങളെല്ലാം. ഷൂ പോളിഷ് ചെയ്യണം. നമുക്കറിയാം, തണുപ്പുള്ള രാജ്യത്ത് ലെതറിന്റെ ഷൂ അത് ദുർഗന്ധം വമിക്കുന്നതാണ്. ആ കുടിസ് റൂമിൽ, ചെറിയ റൂമില് ഇരുന്നു കൊണ്ട് ആ സാമുവൽ ബ്രിങ്കിൾ ഏതാണ്ട് 16 വർഷം അനേകം മിഷണറിമാരുടെ ഷൂ പോളിഷ് ചെയ്യാനായിട്ടിടയായി. പെറുപെറുപ്പൊന്നുമില്ലാതെ, ദൈവസന്നിധി യാതൊരു പെറുപെറുപ്പും ഇല്ലാതെ ഏൽപ്പിച്ച ജോലി വളരെ ഉത്തരവാദിത്വത്തോടെ കൃത്യമായി ഭംഗിയായിട്ട് സാമുവൽ ബ്രിങ്കിൾ ചെയ്തു. 1-2 വർഷമല്ല, 16 വർഷം. താൻ ആ കിട്ടിയ ഇടവേളകളിൽ ചെയ്തൊരു കാര്യമുണ്ട്. കണ്ണുനീരോടെ ദൈവസന്നിധി പ്രാർത്ഥിക്കും, ദൈവത്തിന്റെ വചനം വായിക്കും. അങ്ങനെ ഈ സംഘടനയുടെ ഒരു വലിയ കൺവെൻഷൻ വരികയാണ്. ആ കൺവെൻഷന്റെ ഏറ്റവും ഒടുവിലത്തെ ദിവസം പ്രസംഗിക്കാൻ വിളിച്ച ആള് ആ തക്ക സമയമായപ്പോൾ വില്യം ബൂത്തിനെ വിളിച്ചിട്ട് പറയുകയാ, എനിക്ക് വരാൻ പറ്റത്തില്ല, നിങ്ങളുടെ ഈ സുവിശേഷ യോഗത്തിൽ എനിക്ക് സംസാരിപ്പാൻ അന്നേ ദിനം എത്തിച്ചേരാനായിട്ട് പറ്റത്തില്ല. വില്യം ബൂത്ത് ആകെ തകർന്നു പോയി. ആയിരക്കണക്കിന് ആളുകൾ തടിച്ചു കൂടിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാൻ. പക്ഷെ പ്രസംഗകൻ പറയുന്നു, ഞാൻ വരത്തില്ല. എന്ത് ചെയ്യണമെന്ന് അറിയാൻ കഴിയാതെ വില്യം ബൂത്ത് ഒരു നിമിഷം സ്തംഭിച്ചു. അദ്ദേഹം ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന് വീണ് കിടന്ന് പ്രാർത്ഥിച്ചു, ദൈവമേ, ഞാൻ എന്താ ചെയ്യണ്ടേ? ദൈവശബ്ദം, വില്യം ബൂത്തിന്റെ കാതുകളിൽ ദൈവശബ്ദം കേട്ടു. ഷൂ പോളിഷ് ചെയ്യുന്ന സാമുവൽ ബ്രിങ്കിൾ എന്ന് പറയുന്ന മനുഷ്യനെ കൊണ്ട് ഇന്ന് രാത്രി നീ ദൈവവചനം പ്രസംഗിക്കുക. വില്യം ബൂത്ത് ഞെട്ടിപ്പോയി. ഞാൻ എങ്ങനെ സാമുവൽ ബ്രിങ്കിളിനെ പരിചയപ്പെടുത്തും? അനേകായിരങ്ങൾ വന്ന് തടിച്ചുകൂടിയിരിക്കുകയാണ്, ഞാൻ എങ്ങനെ പരിചയപ്പെടുത്തും? ദൈവം ആവർത്തിച്ച് വില്യം ബൂത്തിനോട് ഇടപെട്ടു. ഒടുവിൽ വില്യം ബൂത്ത് സാമുവൽ ബ്രിങ്കിളിനെ പ്രസംഗിക്കാൻ വേണ്ടി വന്ന് ക്ഷണിക്കുകയാണ്. പ്രസംഗത്തിന് വേണ്ടി സാമുവൽ ബ്രിങ്കിൾ വന്ന പ്രസംഗപീഠത്തിന് അരികിൽ നിന്ന് ദൈവവചനം തുറന്നു വായിച്ചു. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. വാക്കുകൾ വായിച്ചിട്ട് അദ്ദേഹം പ്രാർത്ഥനയ്ക്ക് വേണ്ടി കണ്ണടച്ചു. ചില മിനിറ്റുകൾ ആ പ്രാർത്ഥന നീണ്ടുപോയി. പ്രിയരെ, സംഭവിച്ചത് എന്താണെന്നറിയാമോ? പ്രാർത്ഥന കഴിഞ്ഞ് കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ചെയറിൽ ആരുമില്ല. എല്ലാവരും നിലത്തിരുന്ന് കണ്ണുനീരോടെ ദൈവസന്നിധി നിലവിട്ട് വാവിട്ട് നിലവിളിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. വലിയൊരു അന്തരീക്ഷം അവിടെ ഉണ്ടായി. ജനത്തിന്റെ ഹൃദയത്തിനകത്ത് പാപബോധമുണ്ടായി, കുറ്റബോധമുണ്ടായി. ജനം ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരാനിടയായി. ആ കാഴ്ചയ്ക്ക് മുമ്പിൽ വില്യം ബൂത്ത് ഓടി വന്ന് സാമുവൽ ബ്രിങ്കിളിന്റെ കാലിൽ കെട്ടിപ്പിടിച്ചിട്ട് അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ നിന്റെ ഷൂ ഒന്ന് തുടച്ചോട്ടെ. പ്രിയരെ, 16 വർഷം ഒരു ഷൂ തുടക്കുന്ന മുറിയിലിരുന്ന് ദൈവസന്നിധി കണ്ണുനീരോടെ പ്രാർത്ഥിച്ച സാമുവൽ ബ്രിങ്കിളിനെ 16ാമത്തെ വർഷം ദൈവം പുറത്തെടുത്തെങ്കിൽ, അവന്റെ പ്രാർത്ഥനകൾക്ക് ദൈവം മറുപടി കൊടുത്തെങ്കിൽ, എന്നെ കേൾക്കുന്ന മാന്യമിത്രമേ, സഹോദരങ്ങളെ, ആത്മനിയോഗത്തോടെ ഞാൻ പറയാം, നിന്റെ പ്രാർത്ഥനകൾക്ക് മറുപടി ഉണ്ട്. നിന്റെ പ്രാർത്ഥനയുടെ ആ അപേക്ഷ സ്വീകരിച്ച മറുപടി തരുന്ന ഒരു ദിവസം ദൈവം കുറിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ വാക്കുകളെ അധികം തീർപ്പിക്കുന്നില്ല. രണ്ടാമത്തെ പ്രാർത്ഥനയുടെ മറുപടി തരുന്ന മെത്തേഡാണ് ഞാൻ പറഞ്ഞത്. ചിലപ്പോൾ നമ്മൾ കാത്തിരിക്കേണ്ടതായിട്ട് വരും. മൂന്നാമത്തത്, പൗലോസ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു, കർത്താവേ, ഈ ശൂലം ഒന്ന് മാറ്റിത്തരണം. എന്നാൽ പൗലോസിനോട് കർത്താവ് പറയുക, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതകളിൽ തികഞ്ഞു വരും. ചിലപ്പോൾ പ്രാർത്ഥനയുടെ മറുപടി അങ്ങനെയാ. ആ പ്രശ്നത്തെ മാറ്റുകയല്ല, പിന്നെയോ അതിനെ നേരിടാനുള്ള കൃപ കർത്താവ് പകർന്നു തരികയാണ്. നീ അനുഭവിക്കുന്ന പ്രശ്നത്തെ, നിന്നെ തകർക്കുമെന്ന് വെല്ലുവിളി ഉയർത്തുന്ന വിഷയത്തെ അതിജീവിക്കാനുള്ള ഒരു ദൈവകൃപ
ദാവീദ് പറയുന്നു, കഷ്ടതയുടെ നടുവിൽ കൂടി നടന്നാലും ജീവിപ്പിക്കുന്ന ഒരു ദൈവം. പ്രിയരെ, ഒരു ചെറിയൊരു സന്ദേശമാണ്. അതുകൊണ്ട് ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മുടെ സമയങ്ങൾ വേർതിരിക്കാം. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ഉയരങ്ങളിലുണ്ട്. ദൈവം നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി തരും. ഈ വചനങ്ങളെ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. സമയം അനുഭവിച്ച പ്രിയപ്പെട്ടവർക്ക് പ്രത്യേകം നന്ദി. പ്രാർത്ഥനാവീരരായി നമുക്ക് മാറാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനത്തിൻ്റെ കുറിച്ച് നാം കൽപ്പനയായി തീർന്നു. നമ്മുടെ ജീവിതത്തിൽ നാം തകർന്നിരിക്കുന്ന സമയത്തൊക്കെ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ തകർച്ചകളെ മാറ്റുന്നവനാണ് നമ്മുടെ കർത്താവ്. ദൈവവചനം ശുശ്രൂഷിച്ച കർത്താവിൻ്റെ ദാസന് പ്രത്യേകമുള്ള നന്ദി അറിയിക്കുന്നു. തുടർന്നും അനേക വേദികൾ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ ദൈവം സഹായിക്കട്ടെ. നമ്മുടെ 1ാമത്തെ ഒരു എപ്പിസോഡാണ്. തുടർന്ന് എല്ലാ മാസവും 2 പ്രോഗ്രാം ഇതിന് ചെയ്യാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും പ്രോത്സാഹനവും ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. തുടർന്ന് 1-2 ഗാനങ്ങളോട് പാടുവാൻ ഞങ്ങൾ കർത്താവിൽ ശരണപ്പെടുന്നു. ദൈവസ്നേഹത്തിൻ്റെ ആഴത്തെ വർണ്ണിക്കുന്ന മറ്റൊരു ഗാനം പാടുന്നു. നമുക്കറിയാം, ദൈവസ്നേഹത്തിന് അതിരുകളില്ല, അതിർവരമ്പുകളില്ല. അതിരുകളില്ലാതെ നമ്മെ സ്നേഹിക്കുന്ന, അതിർവരമ്പുകളില്ലാതെ നമ്മെ സ്നേഹിക്കുന്ന ഒരു സ്നേഹമുണ്ടെങ്കിൽ അത് യേശുവിൻ്റെ സ്നേഹം മാത്രമാണ്. ആ സ്നേഹത്തെ വർണ്ണിക്കുന്ന മനോഹരമായ മറ്റൊരു ഗാനം ഞങ്ങൾ പാടുവാൻ ആഗ്രഹിക്കുന്നു. പാട്ടുകാരൻ പറയുന്നു, അതിരുകളില്ലാത്ത സ്നേഹം ദൈവസ്നേഹം, അളവുകളില്ലാത്ത സ്നേഹം ദൈവസ്നേഹം. മനോഹരമായ ഗാനം നമുക്ക് ശ്രദ്ധിക്കാം.
തുടർന്ന് ഒരു ഗാനം നാം ശ്രദ്ധിക്കാൻ പോകുന്നു. ഞങ്ങളോടൊപ്പം പരിശോധനയൊക്കെ കടന്നു വന്ന ഗാനങ്ങൾ ആലപിക്കുന്ന ഞങ്ങളുടെ ഒരു കൊച്ചു സഹോദരനുണ്ട്, ആശേർ ജോമോൻ. അദ്ദേഹം നമുക്ക് വേണ്ടി ഇപ്പൊ മനോഹരമായ ഒരു ഗാനം ആലപിക്കും. പ്രാർത്ഥനയോടെ നമുക്ക് ഈ ഗാനം ശ്രദ്ധിക്കാം. നമ്മുടെ കർത്താവിന്റെ അത്ഭുതങ്ങളെ കുറിച്ച് വർണ്ണിക്കുന്ന മനോഹരമായ ഒരു ഗാനം, അത്ഭുതമല്ലേ അത്ഭുതമല്ലേ എന്ന് തുടങ്ങുന്ന മനോഹരമായ ഒരു ഗാനം ആശേർ ഇപ്പോൾ നമുക്ക് വേണ്ടി ആലപിക്കും. ജീവിക്കുന്നതോ ദൈവകൃപയാലത്രേ. നാം പാപിയായിട്ടും നാം യോഗിയായിട്ടും എന്നെ തേടി വന്നു നിന്റെ സ്നേഹമൊക്കുമ്പോൾ അത്ഭുതമല്ല, ഇതത്ഭുതമല്ല. ജീവിക്കുന്നതോ ദൈവകൃപയാലത്രേ. നാം പാപിയായിട്ടും നാം യോഗിയായിട്ടും എന്നെ തേടി വന്നു നിന്റെ സ്നേഹമോർക്കുമ്പോൾ അപ്പാ എന്നുള്ളം നിറഞ്ഞുവാടുന്നേ. ഹല്ലേലൂയ, വായെന്നുള്ളം നിറഞ്ഞു പാടുന്നേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വായെന്നുള്ളം നിറഞ്ഞു പാടുന്നേ. ഹല്ലേലൂയ. അത്ഭുതമല്ല, ഇതത്ഭുതമല്ല. താൻ ജീവിക്കുന്നതോ ദൈവകൃപയാലത്രേ. നാം പാപിയായിട്ടും നാം യോഗിയായിട്ടും എന്നെ തേടി വന്ന നിന്റെ സ്നേഹമോർക്കുമ്പോൾ പായെന്നുള്ളം നിറഞ്ഞു തൂകുന്നേ. ഹല്ലേലൂയ, ദൈവകുഞ്ഞാടേ. അപ്പാ എന്നുള്ളം നിറഞ്ഞു തൂകുന്നേ. ഹല്ലേലൂയ, ദൈവകുഞ്ഞാടേ. അത്ഭുതമല്ല, ഇതത്ഭുതമല്ല. താൻ ജീവിക്കുന്നതോ ദൈവകൃപയാലത്രേ. നാം പാപിയായിട്ടും നാം യോഗിയായിട്ടും എന്നെ തേടി വന്ന നിന്റെ സ്നേഹമോർക്കുമ്പോൾ പായെന്നുള്ളം നിറഞ്ഞു പാടുന്നേ. ഹല്ലേലൂയ, അപ്പാ എന്നുള്ളം നിറഞ്ഞു പാടുന്നേ. ഹല്ലേലൂയ. അത്ഭുതമല്ല, ഇതത്ഭുതമല്ല. താൻ ജീവിക്കുന്നതോ ദൈവകൃപയാലത്രേ. നാം പാപിയായിട്ടും നാം യോഗിയായിട്ടും
പ്രിയ പൈതലിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ഒരു ഗാനം കൂടെ പാടിയിട്ട് ഈ പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ 1.5 മണിക്കൂർ നിങ്ങളോടൊപ്പം ആയിരിക്കാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. ചില ഗാനങ്ങളൊക്കെ പാടുവാൻ ദൈവം സഹായിച്ചു. തുടർന്ന് അടുത്ത 2ാമത്തെ എപ്പിസോഡ് വരുമ്പോൾ നല്ല ഗാനങ്ങൾ വീണ്ടും നിങ്ങളോടൊപ്പം ചേർന്ന് പാടുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. നമ്മൾ മലയാളം പാട്ട്, ഹിന്ദി പാട്ടൊക്കെ കൽപ്പനയുടെയായി തീർന്നല്ലോ. തുടർന്ന് ഒരു തമിഴ് ഗാനം കൂടി പാടി ഈ പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നേരത്തെ ഓർമ്മിച്ചതുപോലെ ഈ പ്രോഗ്രാമിൽ നമ്മൾ സഹായിക്കാനായിട്ട് കീബോർഡ് വായിച്ചത് പ്രിയപ്പെട്ട ഏബലാണ്. അതുപോലെ ഗാനം ആലപിച്ച പ്രിയ ആകാശ് സോളമൻ, അതുപോലെ ആശേർ, ദൈവജനത്തിന്റെ ആഴങ്ങളെ കുറിച്ച് പ്രസംഗിച്ച കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോമോൻ, ഇപ്പോൾ തന്നെ നമ്മുടെ ഈ പ്രോഗ്രാം ടെലികാസ്റ്റ് ചെയ്യുന്ന ക്യാമറയൊക്കെ പ്രവർത്തിപ്പിക്കുന്ന പ്രിയ, ഞങ്ങൾ സ്നേഹത്തോടെ കൊച്ചുമോനെന്ന് വിളിക്കുന്ന പ്രിയ ചാൾസ്, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഞങ്ങളെ ശ്രവിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്തുവേശുവിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിച്ചുകൊണ്ട് കർത്താവിന്റെ സ്നേഹത്തെ വർണ്ണിക്കുന്ന ഒരു മനോഹരമായ ഗാനം, അമ്മ മറന്നാലും പ്രിയപ്പെട്ടവർ മറന്നാലും മറക്കാത്ത ഒരു ദൈവം, ആ ദൈവത്തിന്റെ സ്നേഹത്തെ വർണ്ണിക്കുന്ന മനോഹരമായ ഒരു തമിഴ് ഗാനം കൂടി പാടി ഈ പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. നിങ്ങൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കും. அம்மாவும் நீரே, பேசுள்ளி அழைத்தீரே, என்னை அள்ளி அணைத்தீரே. அப்பாவும் நீரே, எங்கள் அம்மாவும் நீரே, பேசுள்ளி அழைத்தீரே, என்னை அள்ளி அணைத்தீரே. இந்த உலகில் உம்மை தவிர எனக்கு எவரும் இல்லையே, இந்த உடலின் உயிரும் முட்டியிருப்பது உமது கிருபையே. அப்பாவும் நீரே, எங்க அம்மாவும் நீரே, பேர் சொல்லி அழைத்தீரே, என்னை அள்ளி அணைத்தீரே. பார்த்திருப்பேன், தந்தை முகம் பார்த்ததில்லை, சொந்தம் என்றும் வெந்தம் என்றும் சொல்லிக்கொள்ள எவரும் இல்லை. தாய் முகத்தை பார்த்திருப்பேன், தந்தை முகம் பார்த்ததில்லை, சொந்தம் என்றும் வெந்தம் என்றும் சொல்லிக்கொள்ள எவரும் இல்லை. உமக்கு சொந்தமானே, நீ எனக்கு தந்தையானே, உமக்கு சொந்தமானே. அப்பாவும் நீரே, எங்கள் அம்மாவும் நீரே, பேர் சொல்லி அழைத்தீரே, என்னை அள்ளி அணைத்தீரே.
பாசமுள்ள ஆண்டவர் நீ செய்த நன்மைகளே நான் மறப்பது நியாயமில்லை. நீ செய்த நன்மைகளே நான் மறப்பது நியாயமில்லை. என் பாவம் நீரே, எங்க அம்மாவும் நீரே, பேர் சொல்லி அழைத்தீரே, என்னை அள்ளி அழைத்தீரே. இல்லை என்று சொல்லி அழுதால் இயேசு அது சகிப்பதில்லை. பிள்ளைகள் நம்மை அழுதால் அப்பா மனம் பொறுப்பதில்லை. இல்லை என்று சொல்லி அழுதால் இயேசு அது சகிப்பதில்லை. பிள்ளைகள் நம்மை அழுதால் அப்பா மனம் பொறுப்பதில்லை. நீ மட்டுமில்லை என்றால் நான் உயிர் வாழ்வதும் இல்லை. நீ மட்டுமில்லை என்றால் நான் உயிர் வாழ்வதும் இல்லை. பாவம் நீரே, எங்கள் அம்மாவும் நீரே, பேர் சொல்லி அழைத்தீரே, என்னை அள்ளி அழைத்தீரே. இந்த உலகில் உம்மை தவிர எனக்கு எவரும் இல்லையே. இந்த உலக உயிர் முந்தியிருப்பது உமது கிருபையே. என் பாவம் நீரே, எங்க அம்மாவும் நீரே, பேர் சொல்லி அழைத்தீரே, என்னை அள்ளி அழைத்தீரே. ദൈവത്തിന് നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇതുവരെ ഞങ്ങളെ ശ്രമിച്ചുകൊണ്ടിരുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന യേശു കർത്താവിന്റെ നാമത്തിൽ ഒരിക്കൽ കൂടി ഞങ്ങളുടെ സ്നേഹവും നന്ദി അറിയിക്കുന്നു. കർത്താവ് നിങ്ങൾ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. തുടർന്നും ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ പരസ്യങ്ങളെ ഒക്കെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ ഈ പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു.